നമസ്കാരം. നമ്മളിന്ന് പ്രധാനപ്പെട്ട 2 പദങ്ങളാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡും. ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും ഒരുവിധം ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞ് കേട്ടിട്ട് മനസ്സിലായി കാണും. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഭക്ഷണ വസ്തുവിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഡെക്സാണ് അത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പം അത് വളരെ ഫാസ്റ്റായിട്ട് ബ്ലഡിലേക്ക് ഷുഗർ ആ ഭക്ഷണത്തിൽ നിന്നും കയറിപ്പോകുന്നു. അതായത് ഫാസ്റ്റ്. ഫോർ എക്സാമ്പിൾ പഞ്ചസാര നമ്മൾ കഴിച്ചാൽ വിതിൻ സെക്കൻഡ്സ് ഇത് ബ്ലഡിലോട്ട് കയറും. അപ്പോൾ കയറും. അതിനകത്ത് നാരുകളില്ല, പോഷകങ്ങളില്ല, പ്രോട്ടീൻ ഇല്ല, വെറും ഗ്ലൂക്കോസ് മാത്രം. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലഡ് ഷുഗർ കൂട്ടാൻ സഹായിക്കുന്നതാണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡെങ്കിൽ, ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് പെട്ടെന്ന് പഞ്ചസാര നമ്മുടെ രക്തത്തിൽ കൂട്ടുകയില്ല. അപ്പോൾ ഈ ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു 50 മുകളിൽ ഉള്ളത് അത്ര നല്ലതല്ല. നമുക്ക് 50 ഒരു 40 താഴെ നിൽക്കുന്നതാണ് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്. 50 മുകളിൽ വരുമ്പം 50 40 ഒക്കെ മുകളിൽ വരുമ്പം അത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡാണ്. അങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ് നമുക്ക് ഇപ്പോൾ പ്രമേഹം ഉള്ളവർ മാത്രമല്ല, അമിതവണ്ണമുള്ളവർ മാത്രമല്ല, അതുപോലെ ഫാറ്റി ലിവർ ഉള്ളവർ മാത്രമല്ല, പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർ മാത്രമല്ല, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ കൂടെ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ് പൊതുവെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. വല്ലപ്പോഴുമൊക്കെ കഴിക്കാം. കാരണം ഈ ഒരു പ്രശ്നം, പെട്ടെന്ന് പഞ്ചസാര രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളാണ് എല്ലാ അർത്ഥത്തിലും. നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ പഞ്ചസാര ചേർത്തൊരു ചായ കുടിക്കട്ടെ, നല്ലൊരു കിക്ക് കിട്ടുന്ന പോലെ ആയിരിക്കും പെട്ടെന്ന് തന്നെ. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അത് ഡൗൺ ആവുകയാണ് പതിവ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണ്. ഞാനിപ്പം ഇതൊക്കെ പഠിച്ച് വന്നപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഭക്ഷണത്തിൽ കഴിയുന്ന കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല, എപ്പോഴും ഞാൻ കുറച്ച് ബദാമും ഒരു പഴം ചിലപ്പം, അല്ലെങ്കിൽ കുറച്ച് ആപ്പിള്, അല്ലെങ്കിൽ കുറച്ച് പപ്പായ അങ്ങനെ കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം കുറച്ചുകൊണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെന്നല്ല, അതായത് ഇപ്പം ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഒരു മുട്ട, ഞാൻ ചിയാ സീഡ് ഓംലെറ്റ് എപ്പോഴും ഞാൻ ഇതിനകത്ത് കാണിക്കില്ല, ചിയാ സീഡും അതിൻ്റെ കിടപ്പുണ്ട്, റെസിപ്പിയുണ്ട്. തക്കാളി, കുറച്ച് മുരിങ്ങയില, കുറച്ച് ചുവന്നുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചിയാ സീഡ് ഇത്തിരി വെള്ളത്തിലിട്ട് കുതിർത്തത്, പിന്നെ ഇത്തിരി ഉപ്പ്, ലേശം കുരുമുളക്, ഇത്രയും ഇട്ടിട്ട് ഒരു സ്ക്രാമ്പിൾ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഓംലെറ്റ് പോലെയോ നമുക്ക് കഴിക്കാം. ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ ഒരു ഇഡലിയോ ദോശയോ ഒരു ദിവസം കഴിക്കുന്നതിനേക്കാൾ വളരെയധികം എനർജി ലെവലാണ്, നമുക്ക് ക്ഷീണമേ വരില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള 4 കാര്യങ്ങൾ. അതായത് നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ഈ 4 കാര്യങ്ങൾ. അതായത് നമ്മളുടെ ബ്ലഡ് ഷുഗർ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഹൈക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തലച്ചോറിലെ ബ്രെയിൻ പവർ കുറയും. അതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് മനസ്സിലായതും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഞാനൊന്ന് പഠിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് അതിനകത്ത് മനസ്സിലായ കാര്യമാണ്. അത് ഞാൻ തന്നെ പ്രാക്ടിക്കലൈസ് ചെയ്ത് എനിക്ക് തന്നെ മനസ്സിലായി. ഈ മുട്ടയും ഈ ചിയാ സീഡ് ഓംലെറ്റ് കഴിക്കുന്ന ദിവസം എനർജി ലെവൽ ഒട്ടും കുറവില്ല. ഞാൻ വൈകിട്ട് രാവിലെ ഒരു 10 മണിക്ക് പോയിട്ട് വൈകിട്ട് 4:30-5 മണിയാവും തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം. ആ ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു ചിയാ സീഡ് ഓംലെറ്റ് കഴിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ് കഴിക്കുക. 5 മണിക്ക് കഴിക്കുന്നത്. ക്ഷീണമേ വരില്ല, വിശപ്പ് വരില്ല, അതോടൊപ്പം തന്നെ ബ്രെയിനിന് നല്ല തെളിച്ചമാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ബ്രെയിൻ പവർ, ബ്രെയിൻ കോർഡിനേഷൻ, അതുപോലെ തന്നെ ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, നല്ല ക്ലാരിറ്റി ആയിരിക്കും ബ്രെയിന്. നമുക്ക് നല്ലൊരു ഉന്മേഷം, മൊത്തത്തിലൊരു ഉന്മേഷമായിരിക്കും. എന്താണ് കാര്യം? ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞതും ഗ്ലൈസിമിക് ലോഡ് കുറഞ്ഞതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് നമ്മളുടെ മുട്ട. ഞാൻ അതാണിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മുട്ട, ഇതിൻ്റെ ഗ്ലൈസമിക് ലോഡ് എത്താന്നറിയോ? 0 എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബെസ്റ്റ് സംഭവമാണ് മുട്ട. ഈ മുട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വെല്ലാനൊരു സാധനം ഇല്ലയെന്ന് തന്നെ പറയാം. എങ്കിൽ കൂടിയും നമുക്ക് അതിനെ വെല്ലാനൊരു സാധനം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് 0 ആണെങ്കിൽ കപ്പലണ്ടിക്ക് എത്രയാണെന്നറിയാമോ? കപ്പലണ്ടിക്ക് 1.
മനസ്സിലായോ? ഈ 10 താഴെ ഗ്ലൈസമിക് ലോഡ് നിൽക്കണം. ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കാർബോഹൈഡ്രേറ്റിനെ മാത്രം, അതായത് അന്നജത്തിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്നത് പല ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസിൻ്റെയും അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് പ്രോട്ടീൻ അതിനകത്ത് വരും, ഫൈബർ വരും, ന്യൂട്രിയൻസ് ആയ ആൻറ്റി ഓക്സിഡൻസ് വരും, പോളിഫിനോൾസ് വരും, വൈറ്റമിൻസ് വരും, മിനറൽ, അതിൻ്റെ ഒരു ആകത്തുകയാണ് ഗ്ലൈസമിക് ലോഡ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള നല്ല നല്ല ന്യൂട്രിയൻസ് ഉള്ള ഏതൊരു ഭക്ഷണ വസ്തുവും ഗ്ലൈസമിക് ലോഡിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഗ്ലൈസമിക് ഇൻഡെക്സ് 50 താഴെ അല്ലെങ്കിൽ 40 താഴെ നിൽക്കുകയും ഗ്ലൈസമിക് ലോഡ് 10 താഴെ നിൽക്കുകയും ചെയ്യുന്നതാണ് ബെസ്റ്റ് ഫുഡ്, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഫുഡ്. അതിൽ ഗ്ലൈസമിക് ലോഡ് ഏറ്റവും കുറഞ്ഞത്, അതുപോലെ ഇത് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇത് 50 കാണും, പക്ഷേ ലോഡാണ് കൂടുതൽ പ്രാധാന്യം അറിയിക്കും. ഗ്ലൈസമിക് ലോഡ് അത് ഇതിന് 0 ആണ്. അതുപോലെ തന്നെയാണ് മീൻ, ഇറച്ചി ഒക്കെ ആ വിഭാഗത്തിലാണ്. അതുപോലെ കപ്പലണ്ടി ഞാൻ പറഞ്ഞല്ലോ 1, കാഷ്യൂനട്ട് എന്നറിയോ 2, അതും വളരെ നല്ലത് തന്നെയാണ്. ബദാമും ഇതുപോലെ ഈ കാറ്റഗറി തന്നെയാണ്, 1 വരും. അതുപോലെ വാൾനട്ട്സും ബെസ്റ്റാണ് ഈ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോൺ വെജ് ഐറ്റംസിൽ മുട്ടയെടുക്കാം, ഇവിടെ കപ്പലണ്ടി എടുക്കാം. പിന്നെ നമ്മൾ പച്ചക്കറികളിൽ ഇലക്കറികൾ, പിന്നെ ഏറ്റവും നാരുകൾ കൂടിയതും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയതും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടിയതുമായ പച്ചക്കറികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെണ്ടയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ, പടവലങ്ങ ഒക്കെ ആ കാറ്റഗറിയാണ്. അതിനോടൊപ്പം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഇനത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇതല്ല ഗ്രീൻ ആപ്പിളാണിത്. ഇത് കണ്ടോ, മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ചുമന്ന് വരും. എന്താ കാര്യം? ഈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് ഇത് റിയാക്ഷൻ വരുന്നതാണ്, ചുമപ്പ് കളർ വരും. ഗ്രീൻ ആപ്പിൾ ബെസ്റ്റാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഗ്ലൈസമിക് ലോഡിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. അതോടൊപ്പം പച്ചക്കറിയിൽ ഏറ്റവും നല്ല ഒരു പച്ചക്കറി, ഇത് പിന്നെ എപ്പോഴും അവൈലബിൾ ആവത്തില്ല, പക്ഷേ പലയിടത്തും ഇത് കിട്ടാറുണ്ട്. വളരെ നമ്മുടെ നാടൻ പച്ചക്കറിയാണിത്. ഇതെന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്? പീച്ചങ്ങ കണ്ടോ, റിഡ്ജ് ഗാർഡ് എന്ന് പറയും. ബെസ്റ്റ് സംഭവമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അത് അരിഞ്ഞതാണിത്. ഇന്നത്തെ നമ്മളുടെ ഒരു സാലഡ് ഇതിനെ ചുറ്റിപ്പറ്റിയാണ്, ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സും ഗ്ലൈസമിക് ലോഡിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഗ്ലൈസമിക് ലോഡ് ഏറ്റവും 10 താഴെ നിൽക്കുന്ന ഭക്ഷണ സാധനങ്ങൾ റെഗുലറായിട്ട് നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സും കൂടെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മുട്ട എന്ന് പറയുന്നതാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള സാവറി ഫുഡ്സ്, സ്വീറ്റ് ഫുഡ്സ് ഒഴിവാക്കി സാവറി ഫുഡ്സ് കഴിക്കണമെന്നുള്ളത്. സാവറി ഫുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കൂടുതൽ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മുട്ട, അങ്ങനെയാണ് ഞാൻ മുട്ട കാണിച്ചത് നിങ്ങളെ. അതുപോലെ തന്നെ പീനട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം ഫ്രൂട്ട്സിൻ്റെ ഇനത്തിൽ എടുക്കുമ്പം ആപ്പിൾ എടുക്കാം. ഗ്രീൻ ആപ്പിളാണ് കുറച്ച് കൂടുതൽ നല്ലത്, ഗ്ലൈസമിക് ലോഡ് കുറവ്. പിന്നെ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്കറികളും മറ്റുള്ള നമ്മുടെ എല്ലാ ലീൻ വെജിറ്റബിൾസ്, നമ്മുടെ നാടൻ പച്ചക്കറികൾ, നമ്മുടെ കേരളത്തിൻ്റെ തനതായ നാടൻ പച്ചക്കറികളൊക്കെ എടുക്കാൻ വെച്ചു. അമരപ്പയർ, കോവയ്ക്ക, പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതന, പടവലം, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് ഒക്കെ തന്നെ. അതുപോലെ ഏത്തക്കയുടെ തൊലി ബെസ്റ്റാണ്. ഇതൊക്കെ മുരിങ്ങയില എല്ലാം നല്ലതാണ്. അപ്പോൾ അതുപോലെ ഈ പീച്ചങ്ങ എപ്പോഴും കിട്ടിയില്ല, പക്ഷേ എനിക്കിന്ന് ഭാഗ്യത്തിന് ഈ പീച്ചങ്ങ കിട്ടി. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബെസ്റ്റ് സാധനമാണ് സാലഡിന്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഇനത്തിൽ ആപ്പിൾ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓറഞ്ചിനും ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഗ്ലൈസമിക് ലോഡും കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ചില ഭക്ഷണ സാധനങ്ങൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും, പക്ഷേ ഗ്ലൈസമിക് ലോഡിൽ വരുമ്പോൾ അത് കുറവായിരിക്കും. ഉദാഹരണം സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, അത് ഈ കാറ്റഗറിയാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് വരുമ്പോഴത്തേക്ക് അത് ഒരു 60 മുകളിൽ നിൽക്കുന്നെങ്കിലും ഗ്ലൈസമിക് ലോഡ് വരുമ്പോഴത് വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തീരെ കുറവല്ല, 10 താഴെയല്ല, എന്നാൽ 10-നും 20-നും ഇടയ്ക്ക് നിൽക്കും അങ്ങനെ. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ. പിന്നെ ഏറ്റവും പ്രധാനം മഷ്റൂംസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുട്ട ചേർത്തിട്ടല്ല,
നമ്മൾ ഈ മഷ്റൂമാണ് മുട്ടയ്ക്ക് പകരം ചേർത്തിരിക്കുന്നത്. ഗ്ലൈസെമിക് ലോഡ് വളരെ കുറവായ ഭക്ഷണ സാധനങ്ങൾ. അപ്പോൾ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ നമ്പർ 1 പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുക, നമ്പർ 1. രണ്ടാമത് അതിനോടൊപ്പം കൂടുതൽ ആഹാരത്തിന് മുന്നേ ആയിട്ട് എപ്പോഴും സാലഡ് കഴിക്കാൻ ശ്രമിക്കുക, ഏറ്റവും പ്രധാനം. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനിഗർ വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള എന്താ പറയുക ഷുഗർ പെട്ടെന്ന് കയറാതിരിക്കും. നമ്മൾ ഭക്ഷണം അത് കഴിഞ്ഞിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് തടയാനത് സഹായിക്കും. അതാണ് ആപ്പിൾ സിഡർ വിനിഗറിൻ്റെ ഒരു ഗുണം. പിന്നെ മൂന്നാമതുള്ളത് സാലഡ് വെജിറ്റബിൾ സാലഡ്സ്. എന്ത് ഭക്ഷണം കഴിക്കും മെയിൻ മീലിന് മുമ്പായിട്ട് സാലഡ്സ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. തീർച്ചയായും ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് മാത്രമല്ല, ഷുഗർ സ്പൈക്ക് കുറയ്ക്കാൻ അത് സഹായിക്കും. ഈ ഷുഗർ സ്പൈക്ക് ഒരിക്കലും നല്ലതല്ല. പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ പഞ്ചസാര കൂടുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പം ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ അതിനെ മന്ദീഭവിപ്പിക്കും, അത് വളരെ സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ സാലഡ് ഉപയോഗിക്കുന്ന സമയത്ത് ആപ്പിൾ സിഡർ വിനിഗർ, അത് ഇപ്പോൾ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. ആപ്പിൾ സിഡർ വിനിഗർ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല. നാരങ്ങാനീര് നല്ലതാണ്, എങ്കിലും ആപ്പിൾ സിഡർ വിനിഗർ കുറച്ചുകൂടെ നല്ലൊരു ഹയർ ലെവലിലാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. അപ്പോൾ അത് തലച്ചോറിനകത്ത് തന്നെയും നമുക്ക് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിഷനും ഒക്കെ തന്നെയും ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വളരെ സഹായിക്കുമെന്നുള്ള പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ആപ്പിൾ സിഡർ വിനിഗറും നമ്മളുടെ ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ റെസിപ്പി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഗ്ലൈസെമിക് ഇൻഡെക്സും കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു സാലഡാണ് ഇന്നത്തേത്. പിന്നെ അതിനോടൊപ്പം നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതിന് സംശയമില്ല. അതിനെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ മീഡിയം തന്നെയാണ്, അത് വേണം. എല്ലാ ഭക്ഷണ സാധനത്തിനെയും ഒരുമിച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് അബ്സോർപ്ഷന് പോലും ഈ വെർജിൻ ഓയിൽ വേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ പറയാം. നമ്പർ 1 ആയിട്ട് നമുക്ക് ആപ്പിൾ ഒരു 50 ഗ്രാം ആപ്പിൾ ചെറുതായി അരിഞ്ഞത്, ഇത് ഗ്രീൻ ആപ്പിൾ. പിന്നെ പീച്ചങ്ങ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞത്. തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിക്കളയണം, അതിൻ്റെ പുറത്തുള്ള ഈ റിഡ്ജെല്ലാം കളയണം. അടുത്തത് മഷ്റൂം, ഇത് ഒരു 50 ഗ്രാം ഒന്ന് സോട്ട് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ലേശം വെർജിൻ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലായാലും മതി, വെളിച്ചെണ്ണ ആയാലും മതി, ഇച്ചിരി ഒന്ന് ഇട്ടിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. അത് ബോയിൽ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക എന്ന് പറയും. പിന്നെ നമുക്ക് കപ്പലണ്ടി ഇത് ഒരു 30 ഗ്രാം കപ്പലണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, ആപ്പിൾ സിഡർ വിനിഗർ, അത് ഒരു 10 ml എടുക്കാം. പിന്നെ അത്യാവശ്യം ഉപ്പ്, അത് അയഡിൻ ഇടാത്ത ഉപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു സാലഡ് തയ്യാറാക്കാം. ഇതൊരു ഫുൾ മീലാണ്, ഇത് മാത്രം കഴിച്ചാൽ മതിയാവും, വയറ് ഫുള്ളായിട്ട് നിറയും. ആപ്പിൾ ചേർക്കാം, മഷ്റൂം ഇടാം, കൂൺ അറിയാമല്ലോ, ഇത് ബട്ടൺ കൂണാണ്, അതാണ് നല്ല ടേസ്റ്റ് ഉള്ളതും കുറച്ചൊരു ന്യൂട്രിയൻ വാല്യൂ അതിന് കൂടുതലാണ്. പീച്ചങ്ങ റിഡ്ജ് ഗാർഡ്, ഇംഗ്ലീഷിൽ ഇതിനെ റിഡ്ജ് ഗാർഡ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്ര ചേർത്താലും കുഴപ്പമില്ല, അത്രയ്ക്ക് ന്യൂട്രീഷണൽ വാല്യൂ വളരെ കൂടുതലുള്ളതാണ്. ഇനി കപ്പലണ്ടി, ആപ്പിൾ സിഡർ വിനിഗർ ഒഴിക്കാം. ഇളക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴേ അങ്ങ് വയറ് നിറയും. ഫുൾ ഓഫ് ന്യൂട്രിയൻസും ഫൈബറും പ്രോട്ടീനും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്ക് അത് തന്നെയാണ് വേണ്ടതും. വയറ് നിറയെ ആഹാരം കഴിക്കുന്ന ആ ഒരു രീതി, നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നജം വയറ് നിറയെ കഴിക്കാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്.
ഉപ്പ് ചേർത്തു. ഇത് അൺറിഫൈൻഡ് ഉപ്പാണിത്, പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. മറ്റേ നമ്മുടെ കടലുപ്പുണ്ടല്ലോ, അത് പൊടിച്ചു വെച്ചിരിക്കുകയാണ്, അതാണ് അൺറിഫൈൻഡ്. റിഫൈൻഡ് എന്ന് പറയുമ്പോൾ അത് സംസ്കരിച്ച ഉപ്പാണ്. സംസ്കരിച്ച ഉപ്പ് കുറയ്ക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. പിന്നെ കുരുമുളക് പൊടി. വിർജിൻ കോക്കനട്ട് ഓയിൽ വെച്ച് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാം നമുക്ക്. കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പോയി മാഡം ഓരോന്നും തയ്യാറാക്കും, എന്നിട്ട് കഴിക്കും, എന്നിട്ട് ഉഗ്രനാണെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പീച്ചങ്ങയെ തന്നെയാണ് ഞാൻ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. കാരണം ലോവസ്റ്റ് ഗ്ലൈസമിക് ലോഡ് എന്ന് പറയാം ആസ് ഫർ എസ് വെജിറ്റബിൾ ഈസ് കൺസേൺ. വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ നല്ല ഗ്ലൈസമിക് ലോഡ് കുറഞ്ഞതാണ് പീച്ചങ്ങ. ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കും, ഷുഗർ പ്രമേഹം കുറയ്ക്കും, ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കും, ലിവറിൽ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഒരു ആൻറ്റിഡോട്ടാണ് ലിവർ ഡിസോർഡേഴ്സിന്. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കും, മൊത്തത്തിൽ ഫാറ്റി ലിവർ കുറയ്ക്കും, പിന്നെ അമിതവണ്ണം കുറയ്ക്കും, പോളിസിസ്റ്റിക് ഓവറിക്ക് നല്ലതാണ്, പ്രമേഹത്തിന് നല്ലതാണ്. പിന്നെ ഇതിൽ കൂടുതൽ ഇത്രയും നല്ലൊരു പച്ചക്കറി ഉണ്ടോ? സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നമ്പർ 1 പച്ചക്കറിയാണിത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കപ്പലണ്ടിയുടെ കാര്യവും. നമ്പർ 1 ആണ് കപ്പലണ്ടി. പിന്നെ ചിലർക്ക് ഈ കപ്പലണ്ടിക്ക് ഒരു അലർജി ഉണ്ട്, അവർ അധികം കഴിക്കരുത്. പിന്നെ കപ്പലണ്ടിയിൽ ഈ അഫ്ലാടോക്സിൻ, ചില കപ്പലണ്ടി കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് വരില്ലേ, അങ്ങനെയുള്ളത് കഴിക്കരുത്. നല്ല ക്വാളിറ്റി കഴിക്കണം. കാരണം ഈ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ആ പച്ച കഴിക്കുമ്പോൾ ഒരു കയ്പ്പുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിന് കേടാണ്, പ്രത്യേകിച്ച് ലിവറിന് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങി കഴിക്കുക. പച്ചക്കപ്പലണ്ടി എന്നും തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം ഞാൻ പറയാറില്ലേ ശരീരം തുടുക്കാനൊരു നല്ലൊരു ഡ്രിങ്കിൻ്റെ കാര്യം അതിൽ ചേർക്കാം. അതായത് ഒരു ഏത്തപ്പഴം, അതിൻ്റെ കുറച്ച് ഈന്തപ്പഴം, ഈ കപ്പലണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തത്, തേങ്ങാപ്പാൽ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ശർക്കര, ഇത്ര കൂടെ മിക്സിയിൽ അടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് രാവിലെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ഒരു റെഗുലർ ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഭയങ്കര എനർജി ലെവലായിരിക്കും രാവിലെ. അല്ലാതെ ഇഡ്ഡലിയും ദോശയും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെപ്രാളം പിടിച്ച് ഇഡ്ഡലിയും ദോശയും സാമ്പാറും ഒന്നും ഉണ്ടാക്കണ്ട. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കൂ. അതിന് ഇപ്പോൾ പൈസയുടെ കാര്യം ഒരു പ്രശ്നമാണ് എങ്കിൽ കൂടിയും കഴിയുന്നത് പോലെ കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള ഗ്രീൻ ആപ്പിളിൻ്റെ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ആപ്പിൾ. ആപ്പിളിനകത്ത് ട്രേസ് എലിമെൻറ്റ്സ് ഉണ്ട്, ചില മാലിക് ആസിഡ്, അങ്ങനെയുള്ള ചില ഒലിഗോണിക് ആസിഡ്, അങ്ങനെ വളരെ അത്യപൂർവമായ ചില ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ് ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ ആണെങ്കിലും റെഡ് ആപ്പിൾ ആണെങ്കിലും. പക്ഷേ ഗ്രീൻ ആപ്പിൾ ഞാൻ തിരഞ്ഞെടുത്തത് ഗ്ലൈസമിക് ലോഡ് കുറവായതുകൊണ്ടാണ്. പിന്നെ മഷ്റൂംസും അതുപോലെ തന്നെ ഏറ്റവും നല്ല പ്രോട്ടീനാണ്. ഇപ്പോൾ വെജിറ്റേറിയൻസിന് ഏറ്റവും മോസ്റ്റ് അപ്രീഷ്യബിൾ ആയിട്ടുള്ളതാണ് മഷ്റൂംസ്. ഇപ്പോൾ ഇതിന് പകരം നമുക്ക് മുട്ടയും പുഴുങ്ങിയിടാവുന്നതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഒരു കോമ്പിനേഷനായിട്ട് തോന്നിയത് മഷ്റൂംസ് തന്നെയാണ്. അത് BP കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും
ഷുഗർ കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ ബെസ്റ്റായിട്ടുള്ളൊരു വെജിറ്റബിളാണ്. വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ഇതൊരു ഫംഗസാണ് മഷ്റൂംസ്. അപ്പോൾ മഷ്റൂംസ് ഈ ഗ്ലൈസമിക് ലോഡ് 10 താഴെയാണ്. അതോടൊപ്പം ഇതിന് ഗ്ലൈസമിക് ഇൻഡെക്സോ അതുപോലെ കുറവാണ്. കലോറിഫിക് വാല്യൂ 20, 23 മറ്റേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാ നല്ല ചേരുവകളുടെ ഒരു സങ്കലനമാണ്. അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് മറക്കണ്ട, എഴുതിയാൽ മതി. ഞാനതെല്ലാം നിങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊരു ഗ്രൂപ്പാക്കി എടുക്കാം. കുറച്ചുകൂടെ കഴിയട്ടെ. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, പ്ലീസ് ആഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് ആഡ് ചെയ്യും. ഓക്കെ, ഇത് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഞാനത് നിങ്ങളെ അനൗൺസ് ചെയ്യുകയും ചെയ്യും, നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ.